അപ്പോൾ ബലം പ്രയോഗിച്ച് സ്ത്രീകളെ ശബരിമലയിൽ കയറ്റിയ സമയത്ത് പിണറായി വിജയൻ പണ്ഡിതരോട് ചോദിച്ചിട്ടാണ് അവരെ കയറ്റിയത്. പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ എതിർക്കുന്നത്, രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് മോശമായ പരാമർശം നടക്കുന്നത് അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ഗുഡ് ബുക്കിൽ കയറാൻ വേണ്ടിയിട്ടാണ്. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. എന്താണ് CPM നടപടിയെടുക്കാത്തത്? അവരെ ഭയന്നിട്ടാണ്. അങ്ങനെ കഥകൾ എന്താ, ആർക്കാ പാടി നടക്കാൻ വയ്യാത്തേ? കാരണം അവർക്കെതിരായി നടപടിയെടുത്താൽ അവർ മന്ത്രിമാരുൾപ്പെടെയുള്ള മുൻ മന്ത്രി ഉൾപ്പെടെയുള്ള പേരുകൾ അവരുടെ പങ്കാളിത്തം പറയുമെന്ന് ഭയപ്പെട്ടിട്ടാണ്. എല്ലാം കലങ്ങുന്ന ലക്ഷണമാ. എന്നാ ഞങ്ങൾ നാട്ടോട്ട് വലിഞ്ഞോട്ടെ. മാത്രമല്ല ശബരിമലയിൽ അഫിഡവിറ്റ് കൊടുക്കണം എന്ന് ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടും തിരുത്തണമെന്ന് തീരുമാനിച്ചിട്ടും അവിടെയും ഇവിടെയും ഇല്ലാത്തൊരു തീരുമാനമാണ് ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത്. അതായത് പണ്ഡിതരോട് ചോദിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാ പിന്നെ പേടിക്കണ്ട. അപ്പൊ ബലം പ്രയോഗിച്ച് സ്ത്രീകളെ ശബരിമലയിൽ കയറ്റിയ സമയത്ത് പിണറായി വിജയൻ പണ്ഡിതരോട് ചോദിച്ചിട്ടാണ് അവരെ കയറ്റിയത്. അത് പിന്നെ രാഷ്ട്രീയമല്ലേ സർ, ചിലപ്പോ ചില തിരുമറികളൊക്കെ കാണും. അപ്പൊ അഫിഡവിറ്റ് തിരുത്തോ എന്ന് ചോദിച്ചാൽ തിരുത്തും, തിരുത്തില്ല എന്ന് ചോദിച്ചാൽ തിരുത്തില്ല എന്നുള്ള അഴകുഴമ്പൻ നിലപാടാണ് ശബരിമല വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. നീ ആക്ഷൻ ഹീറോ ആണെങ്കിൽ ഞാൻ ഡബിൾ ആക്ഷൻ വില്ലനാടാ. നീ കുറെ നാളായിരടാ കളിക്കുന്ന താണ്ഡവം. വാക്കുകൾ കൊണ്ട് അമ്മാനമാടാൻ വന്നവനല്ല ഞാൻ. ഇത്തരം ചീപ്പ് ആർട്ടിസ്റ്റോട് സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് ഉത്തരവാദികളായ ആളുകൾക്ക് മുഖ്യമന്ത്രിയും ഭരണകൂടവും CPM-ഉം കൊട പിടിച്ചു കൊടുത്തിരിക്കുകയാണ്. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ച തന്നെയാവും. തോറ്റതാണല്ലോ, ഈ സർക്കാർ നേരത്തെ തോറ്റു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ജനങ്ങളുടെ വിധിയെടുത്ത് മാത്രമേ ബാക്കിയുള്ളൂ. ഹൈക്കോടതി നിയോഗിച്ച അഡ്വക്കേറ്റ് കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ നടത്തുകയും അതിനെ ഹൈക്കോടതി അഭിനന്ദിക്കുകയും ചെയ്ത. അയ്യോ, ആര് പറഞ്ഞു പിടിപ്പിച്ചു? ഇത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ കാര്യം വെറുതെ പറയുന്നില്ല, അതിലൊരു കാര്യമില്ല. അതെന്റെ രാഷ്ട്രീയ തന്ത്രം. കാരണം കുറെ കേസുകൾ വെച്ച് അദ്ദേഹത്തിനെതിരായിട്ടുള്ള കേസുകൾ വെച്ച് അവർ ബ്ലാക്ക് മെയിൽ ചെയ്യാണ്. തൃശ്ശൂരിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ കരുവന്നൂർ ബാങ്ക് വെച്ച് ED-യെ വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തതുപോലെ ഇപ്പൊ ബ്ലാക്ക് മെയിൽ ചെയ്യാണ്. ഇവനെ സൂക്ഷിക്കണം, അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു. ഇപ്പൊ രാഹുൽ ഗാന്ധിയെ കുറിച്ച് മോശമായി സംസാരിച്ചാൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഗുഡ് ബുക്കിൽ കയറും. മനസ്സിലായോ? നല്ല സർട്ടിഫിക്കറ്റ് കിട്ടും. ഐഡിയ വേണം, ഐഡിയ ഉണ്ടെങ്കിൽ കൊതുകിനെ വരെ ഷെഡിടിപ്പിക്കാം. അതിനുവേണ്ടി അവരുടെ മുന്നിൽ 90 ഡിഗ്രിയിൽ കുനിഞ്ഞാണ് ഈ മുഖ്യമന്ത്രി നിൽക്കുന്നത്. പൊന്നനിയ ശവത്തി കുത്തരുത്, ജീവിച്ചു പോട്ടെ. അമിത്ഷായും നരേന്ദ്രമോദിയും പറഞ്ഞാൽ ഏത് കടലാസിൽ ഒപ്പിട്ട് കൊടുക്കും. ആയുസ് തീർന്നിട്ട് ആർത്തി തീർന്നില്ലേ? PM ശ്രീയിൽ ഒപ്പിട്ട് വന്നിട്ട് CPI-ക്കാര് അതിൽ ഒപ്പിടരുത് എന്ന് വാശി പിടിക്കുമ്പോൾ ഒപ്പിട്ട കാര്യം മറച്ചു വെച്ച് മന്ത്രിസഭാ യോഗത്തിൽ ഇരുന്ന കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. അയക്കെന്തറ പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും മേലെ സ്വന്തം മന്ത്രിമാരെ പോലും കബളിപ്പിച്ചു. കഴിഞ്ഞ 25 കൊല്ലമായിട്ട് ഞാൻ MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു. പക്ഷേ ജനത്തിന് ഇപ്പൊ തിരിച്ചറിവ് വന്നു തുടങ്ങി. എന്നെ ഓരോ സീറ്റും വിലപ്പെട്ടതാ. വാശിപ്പുറത്ത് അത് വെറുതെ പാഴാക്കി കളയരുത്. പോടാ അവിടുന്ന്. എനിക്കെതിരെ ഇതിലും വലിയ ആരോപണങ്ങൾ ഉണ്ടായിരുന്ന കാലത്തും കേരളം മുഴുവൻ ജനപക്ഷ തരംഗം ആഞ്ഞടിച്ചിട്ടും വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചവനാ ഈ ബാലഗംഗാധരൻ. ഒരിക്കലും ഈ നാട്ടുകാർക്ക് ഒരു അബദ്ധം പറ്റി, പക്ഷെ ഇനി അത് ഉണ്ടാവില്ല.